ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു, ഓണം അതുപോലുള്ള എല്ലാ ആഘോഷങ്ങളിലും തയ്യാറാക്കിയെടുക്കുന്ന ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചെറുപയർ പരിപ്പാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ 1 ഗ്ലാസ്, രണ്ടാം പാൽ 2 ഗ്ലാസ്സുമായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ 250 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ കഷ്ണം ചുക്ക്, 2 ഏലക്ക എന്നിവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണിത്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം വറുക്കേണ്ടത്. ഇത് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറുന്നതാണ്. ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. വറുത്തതിന് ശേഷം പരിപ്പ് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. തണുത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. പരിപ്പിൻ്റെ ഒപ്പത്തിന് വെള്ളം വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം തുറന്നപ്പോഴേക്കും ഈ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയാണ്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. പരിപ്പെല്ലാം നന്നായി വെന്തതിന് ശേഷമായിരിക്കണം ശർക്കര ഒഴിച്ച് കൊടുക്കേണ്ടത്. ശർക്കര ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിപ്പ് വേവുകയില്ല. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലിൽ 2ാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷവും നന്നായി ഒന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. കുറുക്കിയെടുക്കുമ്പോൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽമ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 2 ടീസ്പൂൺ മിൽമ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ചുക്ക്, ഏലക്ക, നല്ല ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കേണ്ടതാണ്. തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1ാം പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കരുത്. ഒന്ന് തുള്ളിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.